ഹായ് ഫ്രണ്ട്സ്, ലിസ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ 4 മണി പലഹാരമായ ഏത്തയ്ക്കാപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിനായിട്ട് 1 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ മാവ് എടുത്ത് അതിലേക്ക് അല്പം ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു 1.5 സ്പൂൺ പഞ്ചസാര, ഇത്രയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കട്ട കുത്താതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യരുത്. കാരണം ഒരുപാട് നീണ്ടുപോയാൽ ആ ഏത്തയ്ക്കാപ്പത്തിലെ മാവ് പിടിച്ചിരിക്കത്തൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു മീഡിയം പരുവത്തിന് മതി. ഒരുപാടങ്ങ് ലൂസായി കിടക്കുകയും ചെയ്യരുത്. നല്ല അല്പം കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഒരു കട്ട കുത്താത്ത നല്ല ഒരുപാട് തിക്കും ആകരുത്, ഒരുപാട് ലൂസും ആകാത്ത പരുവത്തിന്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. ഒത്തിരി നീണ്ടുപോകുകയൊന്നും ചെയ്യരുത്, എന്നാൽ ഒത്തിരി തിക്കും ആവാത്ത പരുവത്തിന്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പൊളന്ന് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്ക അതിലേക്ക് മാവിലേക്ക് മുക്കി നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ ഏത്തയ്ക്ക മാവിനകത്ത് മുക്കി വറുത്തെടുക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും വീഡിയോ ഫുള്ളും കാണണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതിട്ട് ഏത്തയ്ക്ക മാവിനകത്ത് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് നോക്കുന്ന ഇത് ഒത്തിരി ലൂസൊന്നുമല്ല, തിക്കായിട്ട് മാവ് അതിൽ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ എനിക്കതായത് മാവ് വിട്ടു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. മഞ്ഞൾ ചേർത്തുകൊണ്ട് നല്ല കളറൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞളും പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. നമുക്ക് ഓരോന്നും ഇതുപോലെ വറുത്തെടുക്കാം. ഏത്തയ്ക്കാപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള നല്ല പരുവത്തിലുള്ള ഏത്തപ്പഴം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവരൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.